ആ ഏത് കാലിലെ ചെരുപ്പിന് എന്താണെന്ന് അവൻ ചെയ്തത് നിങ്ങൾ അമ്പലപ്പഴിയൊക്കെ ആളിങ്ങനെ ഇരിക്കുന്നതിന് വലിയ കേമനാണ് എങ്ങനെ അമ്പലം കഴിവറ മോനാണ് കേട്ടമാക്കി കള്ള ജയരാജന്റെ വീട്ടിൽ ഇറങ്ങാൻ നേരമില്ലോ ജയരാജനെ പോലെ ഒരു കള്ളനില്ല ഇൻഷുറൻസ് മോഷണക്കാരനോ വേറെ ഇല്ല ഇതുപോലെ അവൻ തന്നെ എന്റെ മക്കളെല്ലാം ഇങ്ങനെ അവിടെ എവിടെയെല്ലാം വെച്ച് ഇങ്ങനെ ഇൻഷുറൻസ് മോഷിച്ച് നടക്കുക എറണാകുളത്തുള്ളൊരു അല്ല എറണാകുളമല്ല പോകുമ്പോ കോയമ്പത്തൂരുള്ളൊരു ക്രിസ്ത്യാനിക്കൊക്കെയാണ് അവള് ഒന്ന് പല വിളിച്ചിട്ട് ഈ പണവോ എന്റെ പള്ളി കണ്ടിട്ടുണ്ട് അതുപോലെ മിസ്സിംഗ് കേസ് ഉണ്ടാക്കി നടക്കുമല്ലോ മോളെ മിസ്സിംഗ് കേസ് 10ാം ക്ലാസ്സിലാകുന്നതിന് മുമ്പ് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണല്ലേ അവള് പുള്ളോച്ചെറുക്കൻ്റെ കൂടെ പോയിട്ട് വന്നത് പുള്ളോച്ചെറുക്കൻ പിന്നെ മൂത്തവൾ ഇവിടെ ഉള്ള സൈക്കിൾ എന്തോ മുരളിയോ എന്തോ ആ സൈക്കിൾ ഒരു തെണ്ടിയുടെ കൂടെ എല്ലാം നടപ്പായിരുന്നു നാണം കേട്ട കണ്ട് കേട്ട വട്ടിയുണ്ട് നാണം കേട്ട പ്രേമിച്ചതൊക്കെ പണത്തിന് വേണ്ടി എഴുതിയിട്ടില്ല ഇത് ഇളയവൾ കുറെ ഓട്ടോക്കാരന്മാരുടെ കൂടെ മൂത്തവള് സൈക്കിൾ മുരളിയുടെ കൂടെ എല്ലാം ഇങ്ങനെ കുറെ നടന്നതല്ല അമ്മയ്ക്ക് എന്നും രാവിലെ പോകുന്നതാണ് ഇപ്പോഴും പോകുന്നതാണ് അമ്മയ്ക്ക് കിടക്കി ഇങ്ങനെ നടക്കുക അവിടെ മൂത്ത മോള് ഒരുത്തനെയും കൊണ്ടാണ് വരുന്നത് എന്തുവാ കാർ ഓടിക്കാനും കാറും കൊണ്ടും എല്ലാം ഒരുത്തനെയും കൊണ്ടാണ് വരുന്ന ആൾക്കാർ അവിടെ ഒരു കുഴപ്പമില്ല മൂത്ത മോള് അവന്റെ മൂത്ത മോള് ആൾക്കാർ തന്നെ ഇതെല്ലാം പറയുന്നത് എന്നിട്ട് അവിടുത്തെ ഇവന്മാർക്കൊന്നും ഒരു ഇതും ഇല്ലയോ അല്ല നമ്മുടെ തൊള്ളയിലോട്ട് കയറാൻ വരുന്നത് അപ്പൊ രോഗം എന്നോട് മാത്രത്തെ രോഗം എന്തോന്ന് മനസ്സിലാവുന്നില്ല ഏതാ പിന്നെ രോഗം ഇത്ര ഞാൻ എനിക്കിഷ്ടമുള്ളവരെ ഇതാക്കുന്നതിന് ഇവനൊക്കെ എന്തോ രോഗം എടാ ഉമ്മാരൊന്ന് തീരുമാനിക്കുന്നത് ഞാൻ ആരോട് കൊടുക്കണോ നിനക്ക് ആരാ കഥയുണ്ടാക്കാന് വേറെ വല്ലതും നോക്കടാ വേറെ വല്ലവരെയും കാര്യം നോക്കി നടക്കും ഇവിടെ കുറെ ഓട്ടോക്കാരന്മാരെയും കൂടെ കൊണ്ടുവന്നില്ലയോ ഇവിടെ ഇങ്ങനെ മേത്തന്റെ കൂടെ മെഡിസിനെല്ലാം പോയിട്ട് വന്നില്ലയോ എന്തെല്ലാം നടത്തിയോളൂ ഇളയവള് ഗൾഫും എല്ലാം കറങ്ങി 2-3 മാസം കൊണ്ട് തിരിച്ചു വന്നു ഇങ്ങനെ കുറെ എന്തൊക്കെയാണ് ആർക്കറിയാം ഇങ്ങനെ നടക്കുക എന്നിട്ട് പോകാത്ത നമ്മളെ പറയുന്നു അങ്ങനെ പിടിക്കടി ഇങ്ങനെ പിടിക്കടി നല്ല ഏതാണ്ടുള്ളവനെ പിടിക്കടി എന്തെല്ലാം ആ പറയുന്നത് എല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ ഉള്ള എന്തുവാന്നും അവൻ പറഞ്ഞ വാക്കൊക്കെ അതുപോലെ എഴുതിയിട്ടുണ്ട് അതൊക്കെ അവൻ പറയുന്നത് നല്ല ഏതാണ്ടുള്ളവനെ പിടിക്കാനെന്ന് അവൻ പറയുന്നതാ അവൻ ചെയ്തതൊക്കെ എഴുതിയിട്ടുണ്ട് എന്റെ മുണ്ട് പൊക്കിയേറ്റ് പിടിച്ചു കാണിക്കുന്നതും എല്ലാം എഴുതിയിട്ടുണ്ട് എന്റെ രോഗം ഞാൻ തീർത്തു കൊടുക്കാം എന്റെ രോഗം എന്തോ നോക്കൊന്നും അറിയണ്ടായി എന്റെ മോളോട് പറ നല്ല ഇതുള്ളവനെ പിടിക്കാൻ അവന്റെ എന്തോ പെങ്ങളുടെ മോനെ കണ്ട കോന്തനെ പോലെ ഇരിക്കുക ഒരു കോന്തനെ പോലെ നല്ല ഉള്ളവനെ പിടിക്കാൻ പറ കുരുടനായി പോയി അവനും ഇതുപോലെ നല്ല ഉള്ളവനെ പിടിച്ചായി പോയി അവനും ഇതുപോലെ നല്ല ഉള്ളവനെ പിടിക്കാൻ പറ അവളോട് അവന്റെ മോളോട് സുബ്രഹ്മണ്യന്റെ മോളോട് നല്ല ഉള്ളവനെ പിടിക്കാൻ പറയണം പിടിച്ചപ്പോ ഒരു കോന്തനെയാണ് പിടിച്ചത് ഒരു കോന്തൻ ഒരു കുരങ്ങന്റെ പടുതി കണ്ടിട്ടാൽ മതി ഒരു കുരങ്ങന്റെ പടുതി ഒന്നും ഇല്ലായിരുന്നല്ലോ അന്നേരം ഈ കുരങ്ങനെയല്ലേ കിട്ടത്തുള്ളത് കണ്ട കുരങ്ങന്റെ കൂടെ പോയതുകൊണ്ടല്ലേ ഇപ്പൊ ഏതാണ്ട് കണ്ട് തിന്ന് കിടക്കുന്നു അല്ലെ ഇവളെന്തോ തിന്നാനായിരുന്നു ചായക്കട നടത്തുന്നവർ വരെയും നല്ല
മക്കളൊക്കെ നെതർലാൻഡ്സിലും സിംഗപ്പൂരിലും ഒക്കെയാ, സിംഗപ്പൂരിലും നെതർലാൻഡ്സിലും ഇങ്ങനെ കുറെ പേപിടിച്ചുകൾ കുടുങ്ങിയോ വലിയ പോച്ചയെ കൂറുമ്പക്കാര് നടക്കുക, പോച്ചയെ കൂറുമ്പോ വലിയ കൂറുമ്പക്കാരാണ് പറഞ്ഞ് നടക്കുന്നവന്മാരല്ല. ഇങ്ങനെ പറ്റിച്ച് മക്കളിങ്ങനെ അടപ്പതിക്കുക, പറ്റിച്ച് മക്കൾക്കും കൂടെ ഇങ്ങനെ മോട്ടിയിലല്ലാതെ വേറെ ഒന്നുമില്ല. ആരക്ഷരം പഠിച്ച് സരസ്വതിയുടെ കടാക്ഷം കൊണ്ടുള്ളതൊന്നും കിട്ടത്തില്ല. നല്ല പേടിച്ചുകളന്മാരാണ് കേട്ട പറ്റിയത്. മറ്റുള്ളവരെ ഇതുപോലാക്കിയതിന് കുടിഞ്ഞ് നശിച്ച് നാറാണക്കല്ല് വെച്ച് പോട്ടേ ഉള്ളൂ. ചായക്കടച്ചോളം നടത്തിയതുണ്ട് അവരൊക്കെ ആരുടെയും പിടിച്ച് വലിച്ചതല്ല, സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് വീടും വെച്ച് ജീവിക്കുന്നു. മറ്റേ കുറെ അവന്മാരും വലിയ കുടുംബക്കാരാന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല ഇങ്ങനെ നടക്കുക, പിടിച്ചു വരച്ചും ഒന്നും കൊല പിടിച്ച് നാണവും മാനവും ഇല്ലാതെ നടക്കുക. വലിയ ഡിഗ്രിയാ ഇവിടെ നാളൊന്നും വലിയ ഏതാണ്ടൊക്കെ ആന്ന് പറയുന്നവർക്ക് വെളിയിലൊന്നും പോകാൻ പറ്റത്തില്ല. അതിന് ഡിഗ്രി വേണമല്ലോ പോകാൻ. ചുമ്മാ കിടന്ന് പറയുകയല്ലേ ഞാനങ്ങ് വലിയ ഏതാണ്ട ചിലര് പറയുന്നത് ഞാനങ്ങ് വലിയ ആരാണ്ട. അങ്ങനെ വലിയ ആരാണ്ടെങ്കിൽ പോയി കാണിക്കണമായിരുന്നു. നമ്മൾ പോകാനായിട്ടെല്ലാം റെഡിയാക്കിയപ്പോൾ നമ്മളത് പിടിച്ച് എന്തോ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് എങ്ങനെ നാണോ മാനോ എല്ലാം പറയും. എന്നൊക്കെ ഡിഗ്രിയും വല്ല ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ പോകാൻ പറ്റത്തുള്ളൂ നല്ലയിടത്തൊക്കെ. അത് നല്ലവരൊക്കെ പോയേക്കുന്നു. ഡിഗ്രിയും നല്ലപോലെ പഠിച്ചവരൊക്കെ പോയിട്ടുണ്ട്. ചേന ചിലര് ചുമ്മാ പറയാം ഞാനങ്ങ് വലിയ ആളാ, മറ്റേ എങ്ങത്തെയാ, ഞാനങ്ങ് പൊക്കത്തെയാ. ശരിക്കും അന്വേഷിക്കും പറയാം പൊക്കമില്ല ഉക്കമില്ല, അവിടെ കൂട്ടാം ജോലിമോടെ കൂട്ടാം. നല്ലപോലെ പഠിക്കുന്നവരൊക്കെ നല്ലൊരു ചായക്കടക്കാരുടെ മക്കളെല്ലാം തന്നെ നെതർലൻഡ്സിലും സിംഗപ്പൂരിലും ഭാര്യയും ഭർത്താവും മോളും സിംഗപ്പൂരിൽ പോയി 5 വർഷം പഠിച്ചിട്ട് അവിടെ കല്യാണം കഴിച്ച് കാനഡയിൽ ജോലി ചെയ്യുന്നതിനെ കല്യാണം കഴിച്ച് അയാൾ ഇപ്പൊ സിംഗപ്പൂരിൽ, മോൻ നെതർലൻഡ്സിൽ പഠിച്ചേച്ച് പഠിക്കുകയോ ജോലിയോ ഏതാണ്ട് ചെയ്യുന്നു. അങ്ങനെ ഇത് എന്ത് വലിയ ഡോക്ടേഴ്സിന്റെ വരെ മക്കൾ വരെ വായി നോക്കി നടക്കുക. ഡോക്ടേഴ്സ് ആണെന്നൊക്കെയാ പറഞ്ഞത്, വായി നോക്കി നടക്കുക. ഞാൻ പറയാം എനിക്കറിയാവുന്നവരുണ്ട് ഡോക്ടേഴ്സിന്റെ ഒക്കെ വലിയ മക്കളാന്ന് പറഞ്ഞിട്ട് വായി നോക്കി നടക്കുന്നത്. കാരണം പഠിക്കാൻ കൊള്ളത്തില്ല, എന്നാലല്ലേ വെളിയിൽ പോയി പഠിക്കാനൊക്കെ പറ്റുള്ളൂ. വെളിയിൽ പോയി പഠിക്കണമെങ്കിൽ നല്ലപോലെ ഇത് വേണം. അതൊന്നും ഇല്ലാതെ ഞാനിപ്പോ വലിയ ചുമ്മാ ഇങ്ങനെ നടക്കുക, പറ്റിച്ചും പഠിച്ചു ഇൻഷുറൻസ് പറ്റിച്ചും ഇങ്ങനെ നടക്കാനല്ലേ അറിയത്തുള്ളൂ. കാരണം ഇങ്ങനെ പറ്റിച്ചുള്ള ഇത് വരുമല്ലേ, പറ്റിച്ചുള്ള പേഴ്സ് ശാപം കിട്ടി കുടുംബ പരമ്പര ഇങ്ങനെ മന്ദബുദ്ധികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കുടുംബ പരമ്പര ശാപം കൊണ്ട് നശിക്കുന്നു. കണ്ടവനെയൊക്കെ കൊന്നും കൊലവിളിച്ചൊക്കെ തിരുന്നാരോ പിന്നെ ദൈവം വെറുതെ വിടുവോ? നിങ്ങളുടെ കേട്ട കണ്ടവരുടെ ശാപം കിട്ടാതിരിക്കുവോ? മറ്റുള്ളവരെ പീഡിപ്പിച്ച് തിന്നുന്ന ഈ ശാപം കിട്ടാതിരിക്കുവോ? പീഡിപ്പിച്ച് തിന്നുക. പേരും മാറ്റി ഇങ്ങനെ നടക്കുക. ഓരോ അമ്മമാരും പേര് മാറ്റുക, മുതുക്കടിക്കുമ്പോ മുതുക്കടിക്കുമ്പോ പേര് മാറ്റുക, അഡ്രസ്സ് മാറ്റുക, ഇങ്ങനെ അടുത്ത പറ്റിയിരുന്ന് ഇങ്ങനെ നടക്കാൻ പല അഡ്രസ്സിലാ പറ്റീരുമായിട്ട് നടക്കുന്നത്. പല അഡ്രസ്സിലും പേരിലും ഒക്കെ പറ്റീരുമായിട്ട് നടക്കുക. നല്ല വല്ലതാണ് പല അഡ്രസ്സിലും പേരിലും പറ്റീരുമായിട്ട് നടക്കുക.